നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ സജീവ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഐക്യദാർഢ്യവുമായി ചേർപ്പിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ കൂട്ടയോട്ടം. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയാണ് കൂട്ടയോട്ടം നടത്തിയത്. CPI അവണിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെപ്റ്റംബർ 1 ഡൽഹിയിൽ CPI സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായുള്ളതായിരുന്നു കാൽനട ജാഥ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാര ദിനാചരണം സംഘടിപ്പിച്ചു. ചേർപ്പ് വ്യാപാര ഭവനിലായിരുന്നു ചടങ്ങ്. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഐക്യദാർഢ്യവുമായി ചേർപ്പിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ കൂട്ടയോട്ടം. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയാണ് കൂട്ടയോട്ടം നടത്തിയത്. പൂച്ചിനിപ്പാടത്തു നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം ചേർപ്പ് മഹാത്മാ മൈതാനത്ത് സമാപിച്ചു. AICC സെക്രട്ടറി TN പ്രതാപൻ കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഞങ്ങളെല്ലാവരും ഈ സന്ദർഭത്തിൽ ഹൃദയത്തിന്റെ ബാഷ്പാഞ്ജലി സമർപ്പിക്കുന്നു. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമെന്നറിയപ്പെട്ടിരുന്ന ബ്രിട്ടീഷുകാരനെ ഇന്ത്യയിൽ നിന്നും എന്നേക്കുമായി നാട് കടത്തുന്നതിന് വേണ്ടി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ച ഐതിഹാസികവും അവസാനവുമായ സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ഡു ഓർ ഡൈ, ഒന്നുകിൽ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആപ്തവാക്യം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഏറ്റെടുത്ത ഈ സമരം പ്രഖ്യാപനം രാജ്യവ്യാപകമായി കോൺഗ്രസിന്റെ കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷനായി. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ്, ജനറൽ സെക്രട്ടറിമാരായ TK പൊറിഞ്ചു, KK അശോകൻ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, മണ്ഡലം പ്രസിഡന്റുമാരായ MN ഉണ്ണികൃഷ്ണൻ, പ്രിയൻ പെരിഞ്ചേരി, ടോണി ചെറിയത്ത, ജോഷി ആലപ്പാട്ട, CN പ്രേംബാസി, ഷനിൽ പെരുവനം, P സന്ദീപ്, ബൈജു സെന്റ് ജോൺ, അഭിഷേക് ആറ്റുപുറത്ത്, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ മറ്റ് ഭാരവാഹികൾ, മണ്ഡലം പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. CPI അവണിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെപ്റ്റംബർ 1 ഡൽഹിയിൽ CPI സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായുള്ളതായിരുന്നു കാൽനട ജാഥ. പാലക്കൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി KK ജോബി കാൽനട ജാഥ ഉദ്ഘാടനം ചെയ്തു. KK മധു അധ്യക്ഷനായി. ഡൽഹി മാർച്ചിൽ പങ്കെടുക്കുന്ന സ്മിത വിജയൻ, സനൽ സത്യദേവൻ, ജിനീഷ് കർഗിൽ എന്നിവർക്ക് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ പാർട്ടി പതാക കൈമാറി. ഗീതാഗോപി MLA, ജാഥ ക്യാപ്റ്റൻ KA പ്രദീപ്, വൈസ് ക്യാപ്റ്റൻ സ്മിത വിജയൻ, ജാഥ ഡയറക്ടർ ES പ്രതീഷ് പ്രസാദ് എന്നിവർ സംസാരിച്ചു. പാലക്കൽ ജവഹർ റോഡ്, പവർലൂം പെരിഞ്ചേരി, ആറാംകല്ല്, വട്ടമാവ്, അംബേദ്കർ ആനക്കല്ല് എന്നിവിടങ്ങളിൽ കാൽനട പ്രചരണ ജാഥയ്ക്ക് സ്വീകരണം നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാര ദിനാചരണം സംഘടിപ്പിച്ചു. ചേർപ്പ് വ്യാപാര ഭവനിലായിരുന്നു ചടങ്ങ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റും ചേർപ്പ് യൂണിറ്റ് പ്രസിഡന്റുമായ KK ഭാഗ്യനാഥൻ പതാക ഉയർത്തൽ നിർവഹിച്ചു. തുടർന്ന് അദ്ദേഹം വ്യാപാര ദിന സന്ദേശം നൽകി. സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി P അരുൺ, ട്രഷറർ ലിജോ, യൂത്ത് വിംഗ് പ്രസിഡന്റ് രതീഷ്, വനിതാ വിംഗ് പ്രസിഡന്റ് ഷീല പ്രേംരാജ്, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മഴക്കെടുതിയെ തുടർന്ന് ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങളെ വ്യാപാരികൾ സന്ദർശിച്ചു. പഞ്ചായത്ത് മെമ്പർ KR സിദ്ധാർത്ഥന്റെ സാന്നിധ്യത്തിൽ കൈമാറി. ചേർപ്പിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് അഴക് പകർന്ന ഐശ്വര്യ മേക്കപ്പ് ഗാലറിയുടെ സേവനം ഇനി മുതൽ പുരുഷന്മാർക്കും. ഐശ്വര്യ കിങ് ജെൻസ് പാർലർ ഞായറാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിച്ചു. സ്ത്രീകൾക്ക് പുറമെ പുരുഷ സൗന്ദര്യത്തിനും മാറ്റുകൂട്ടുകയാണ് ഐശ്വര്യാസ് കിങ് ജെൻസ് പാർലർ. പാരമ്പര്യ തികവിനാൽ കയ്യൊപ്പ് ചാർത്തിയവരുടെ നേതൃത്വത്തിലാണ് ഐശ്വര്യാസ് കിങ് ജെൻസ് പാർലർ പുരുഷ സൗന്ദര്യത്തിന്റെ ഭാവരൂപം സൃഷ്ടിക്കുന്നത്.
ഐശ്വര്യ മേക്കപ്പ് ഗാലറി ഉടമ ബീന രവീന്ദ്രൻ ഐശ്വര്യ സ്കിൻ ജെൻസ് പാർലർ ഉദ്ഘാടനം ചെയ്തു. സന്തോഷം. നമ്മുടെ എന്താ പറയാ, ഇപ്പോഴും ലേഡീസിന്റെ ജെന്റ്സിന്റെ എപ്പോഴും ഒരു പരാതി ഉണ്ട്, എന്താ ലേഡീസിന് മാത്രം ഞങ്ങൾക്ക് വേണ്ടെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ആ പരാതി നമ്മൾ തീർത്തു കൊടുക്കണം. അപ്പൊ ജെന്റ്സിന് ഇനി നമ്മുടെ സേവനങ്ങൾ കിട്ടും. അതുപോലെ നല്ല നല്ല ഓഫറുകൾ ഉണ്ടാവും. ഇന്നിപ്പോ തിരക്കാരെ നമുക്ക് പറ്റിയിട്ടില്ല, നാളെ തൊട്ട് നമ്മൾ ഓരോ ഓഫറുകൾ ഇടും. ഞായറാഴ്ച മുതൽ നിരവധി ഓഫറുകളും പാക്കേജുകളുമാണ് ഇവിടെ ലഭ്യമാവുക. പുരുഷ സൗന്ദര്യത്തിന് പൂർണ്ണതയേകാൻ പ്രത്യേക ഫേഷ്യലുകൾ, പെഡിക്യൂർ, ഹെഡ് മസാജ്, ക്ലീനപ്പ് എന്നീ സർവീസുകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. മികച്ച ഗുണമേന്മയാർന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച മിതമായ നിരക്കിലാണ് ഐശ്വര്യ സ്കിൻ ജെൻസ് പാർലർ ഗ്രൂം മേക്കപ്പ് ചെയ്തു നൽകുന്നത്. ഉപഭോക്താക്കൾക്ക് ഐശ്വര്യ വാഗ്ദാനം ചെയ്യുന്ന പുതിയ പാക്കേജുകൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്ത് മനസ്സിലാക്കാവുന്നതുമാണ്. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുന്ന പ്രവർത്തനം UDF സർക്കാർ അട്ടിമറിച്ചതിനെതിരെ പ്രതിഷേധ യോഗവുമായി കേരള കർഷക തൊഴിലാളി യൂണിയൻ. കേരള കർഷക തൊഴിലാളി യൂണിയൻ പാലിശ്ശേരി വില്ലേജ് കമ്മിറ്റിയാണ് പൊതുയോഗം സംഘടിപ്പിച്ചത്. KSKTU ഏരിയ കമ്മിറ്റി മെമ്പർ TV മോഹനൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. KN രാജൻ, ഭുവനേശ്വരി, PBV വേണുഗോപാൽ, PP പവിത്രൻ, PM രഖിൽ, TT രഞ്ജിത്ത്, VS വേണുഗോപാൽ, BR സുമ, KK മോഹനൻ, CA രാജൻ എന്നിവർ സംസാരിച്ചു. വല്ലച്ചിറ, ചേർപ്പ്, പറപ്പൂക്കര പഞ്ചായത്തുകളിലെ 9 വാർഡുകളിലെ അർഹരായ 1000 കുടുംബങ്ങൾക്ക് ജീവനയുടെ സൗജന്യ കർക്കിടക ഔഷധ കഞ്ഞിക്കൂട്ട്. തൃശൂർ തൈക്കാട്ട് മൂസുവക SNA ഔഷധശാലയുടെ സഹകരണത്തോടെയാണ് ഔഷധ കഞ്ഞിക്കൂട്ട് വിതരണം ചെയ്തത്. ആയുർവേദത്തിന്റെ അനന്ത സാധ്യതകൾ സാധാരണക്കാർക്ക് പ്രാപ്തമാക്കുകയെന്ന ജീവനയുടെ ഉദ്യമത്തിന്റെ ഭാഗമായാണ് സൗജന്യ കർക്കിടക ഔഷധ കഞ്ഞിക്കൂട്ട് വിതരണം ഒരുക്കിയത്. ജീവനയുടെയും തൃശൂർ തൈക്കാട്ട് മൂസുവക SNA ഔഷധശാലയുടെയും ആഭിമുഖ്യത്തിലായിരുന്നു വിതരണം. ജീവനി ഓഫീസിൽ നടന്ന ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA ഔഷധ കഞ്ഞിക്കൂട്ട് വിതരണം ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ പ്രകാശൻ മുഖ്യപ്രഭാഷണം നടത്തി. ജീവനി വൈസ് പ്രസിഡന്റ് M ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. ജീവനി മാനേജിംഗ് ട്രസ്റ്റി M രാജേന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി സുനിൽ P മേനോൻ, നിരഞ്ജന S മേനോൻ, ജീവനി സെക്രട്ടറി A പത്മനാഭൻ, ട്രഷറർ M സോമസുന്ദരൻ, ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് K സുജേഷ്, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 6, 7, 8, 9, 10 വാർഡുകളിലെ മെമ്പർമാരായ KS സുജിത, സജിത ജിജേഷ്, വിശ്വൻ ചക്കോത്ത്, രശ്മി സുരേന്ദ്രൻ, സരോജിനി സുധാകരൻ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 12 വാർഡ് മെമ്പർ KR സിദ്ധാർത്ഥൻ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് 1, 19 വാർഡുകളിലെ മെമ്പർമാരായ ജീന സലീഷ്, ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല എന്നിവർ സംസാരിച്ചു. ജീവനി പ്രസിഡന്റ് KV അഷ്ടമൂർത്തി, സെക്രട്ടറി A പത്മനാഭൻ, ട്രഷറർ M സോമസുന്ദരൻ, വൈസ് പ്രസിഡന്റ് M ചന്ദ്രശേഖരൻ, ജോയിന്റ് സെക്രട്ടറി സുനിൽ P മേനോൻ, മാനേജിംഗ് ട്രസ്റ്റി M രാജേന്ദ്രൻ എന്നിവർ നയിക്കുന്ന ജീവനിയുടെ ഭരണസമിതിയാണ് കഞ്ഞിക്കൂട്ട് വിതരണത്തിന് നേതൃത്വം നൽകിയത്. നവറയരി, ചെറുപുന്നയരി, കൊത്തമ്പാലയരി, കുടകപ്പാലരി, വിഴാലരി, കാർഗോഗിലരി കൂടാതെ ഏലത്തരി, ജീരകം, മല്ലി, പെരുംജീരകം, ഉലുവ, ആശാളി, തിപ്പലി, കാട്ടുതിപ്പലി വേര്, കാട്ടുമുളകിൻ വേര്, ചുക്ക്, കൊടുവേലി, അയമോദകം, ഇന്ദുപ്പ്, ചെറുള, ദേവദാരം എന്നിവ ഉൾപ്പെട്ടതായിരുന്നു ജീവനിയുടെ കർക്കിടക ഔഷധ കഞ്ഞിക്കൂട്ട്. തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാത്തതിനാൽ രാത്രികാല യാത്ര ദുഷ്കരമാക്കിയ അഴിമാവ് പാലത്തിൽ ചൂട്ടുകത്തിച്ച് പ്രതിഷേധം. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. താന്യം, എടത്തിരുത്തി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അഴിമാവ് പാലം വഴിയുള്ള രാത്രികാല യാത്ര തീർത്തും ദുഷ്കരമായ അവസ്ഥയിലായിരിക്കുകയാണ്. 20 കോടിയോളം രൂപ ചെലവഴിച്ചാണ് 3 വർഷം മുൻപ് അഴിമാവ് പാലം നിർമ്മിച്ചത്. എന്നാൽ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടന മാമാങ്കം നടത്തിയെങ്കിലും അഴിമാവ് പാലം രാത്രികാലങ്ങളിൽ പൂർണ്ണമായും ഇരുട്ടിലായിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പാലത്തിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ചൂട്ടുകത്തിച്ചുള്ള പ്രതിഷേധ സമരവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയത്. 3 മാസത്തിനകം തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുമെന്നായിരുന്നു അഴിമാവ് പാലം നാടിന് സമർപ്പിച്ച ചടങ്ങിൽ ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ പ്രഖ്യാപനം. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ വാഗ്ദാനം നടപ്പിലാക്കാൻ മടിച്ചതാണ് കോൺഗ്രസിന്റെ പ്രതിഷേധ സമരത്തിന് വഴിവെച്ചത്. കോൺഗ്രസ് താന്യം മണ്ഡലം പ്രസിഡന്റ് ആൻഡോ തൊറയൻ ചൂട്ടുകത്തിച്ചുള്ള പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പാലം ഏകദേശം 20 കോടിയോളം രൂപ ചെലവാക്കിക്കൊണ്ട് ഇവിടെ പണി കഴിച്ച ഈ പാലം ഏകദേശം 3 കൊല്ലം പിന്നിടുകയാണ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട്.
ആ ഉദ്ഘാടന ദിവസം തന്നെ ഇവിടെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടാണ് അന്നത്തെ LDF ഭരിച്ചിരുന്ന ഭരണകക്ഷികൾ പോയത്. ഏകദേശം 3 ആഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ ഈ പാലത്തിൽ തെരുവിളക്കുകൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. അപ്പോൾ ആ അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഈ പാലം വരുന്നതിൻ്റെ ആദ്യത്തെ സംഘാടക സമിതി ചെയർമാൻ ഹബീബുൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. നമുക്കറിയാം എത്തരത്തിൽ ഈ പാലം വരുന്നതിന് വേണ്ടി ഒട്ടേറെ സമരങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്തവരാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ. അപ്പോൾ അതിനൊക്കെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ പറഞ്ഞ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇത് ഈ ലൈറ്റുകൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ അവർ തന്നെ ഇന്ന് അധികാരത്തിൽ നിന്ന് മാറി അന്നും എടത്തിരുത്തി പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. അതുപോലെ തന്നെ താന്യം ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. ഇതുവരെ കോൺഗ്രസ് ഇവിടെ ഭരിച്ചിട്ടില്ല. പക്ഷെ വാഗ്ദാനങ്ങൾ എന്നും വാഗ്ദാനങ്ങളായി നിലകൊള്ളുകയാണ്. ട്രഷറർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ VK സുശീലൻ, MK ചന്ദ്രൻ, സെക്രട്ടറി PM ഹബീബുള്ള, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ്, പ്രവാസി കോൺഗ്രസ് ജില്ലാ ട്രഷറർ EM ബഷീർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോയ് ആന്റണി, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗ്രീന പ്രേമൻ, വൈസ് പ്രസിഡന്റ് മാധവൻ നായർ, അലി സഗീർ, ലൂയിസ് താണിക്കൽ, വിനോഷ് വടക്കേടത്ത്, ആന്റണി തേക്കാനത്ത്, ആഷിഖ് ജോസ്, വേണു നമ്പേരി എന്നിവർ സംസാരിച്ചു. താന്യം, ചാഴൂർ, അന്തിക്കാട് പ്രദേശങ്ങളിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്നതിന് ഏറെ എളുപ്പമാർഗമാണ് താന്യം പഞ്ചായത്തിലെ കിഴുപ്പിളിക്കര അഴിമാവ് പാലം. എന്നാൽ തെരുവുവിളക്കുകൾ ഇല്ലാത്തതിനാൽ രാത്രികാലങ്ങളിൽ ഇതുവഴിയുള്ള യാത്ര ദുർഘടം പിടിച്ചതുമാണ്. ഇരുട്ടിലായ പാലത്തിലൂടെ വാഹനങ്ങളുടെ വെളിച്ചത്തിൽ മാത്രം സഞ്ചരിക്കേണ്ട ഗതികേടാണ് നിലനിൽക്കുന്നത്. ഇരുൾ മൂടിയ അഴിമാവ് പാലത്തിന്റെ പരിസരങ്ങളിലും അടിഭാഗത്തുമായി ലഹരിമരുന്ന് സംഘങ്ങൾ തമ്പടിക്കുന്നത് ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അഴിമാവ് പാലത്തിൽ അടിയന്തരമായി തെരുവുവിളക്കുകൾ സ്ഥാപിക്കാൻ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ മുന്നോട്ട് വരണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഉത്രാളിക്കാവിൽ 15ാമത് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് ഭക്തി നിർഭരമായ തുടക്കം. യജ്ഞത്തിന്റെ ഭാഗമായി ദേവി ഭാഗവത മഹാത്മ്യ പ്രഭാഷണവും നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ ദേവി ഭാഗവത നവാഹയജ്ഞം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PR സുരേഷ് കുമാർ മണികണ്ഠൻ അധ്യക്ഷനായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ, കേരള ഹൈക്കോടതി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് TS മായാദാസ്, തിരുവില്ലാമല ഗ്രൂപ്പ് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ KN ദീപേഷ്, ക്ഷേത്രം ഊരാളൻ കേളത്ത് പാർവതി വലിയമ്മ, പൂരം ചീഫ് കോർഡിനേറ്റർ V സുരേഷ് കുമാർ, വിവിധ ദേശ കമ്മിറ്റി ഭാരവാഹികളായ CA ശങ്കരൻകുട്ടി, PN വൈശാഖ്, C ജയേഷ് കുമാർ, ഉപദേശക സമിതി സെക്രട്ടറി K കൃഷ്ണകുമാർ, ദേവസ്വം ഓഫീസർ PV ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കേരള ഹൈക്കോടതി സീനിയർ ഗവൺമെന്റ് പ്ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് TS മായാദാസിനെ ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ ആദരിച്ചു. ആധ്യാത്മിക പ്രഭാഷകൻ ഷാജി വരവൂർ പ്രഭാഷണം നടത്തി. ഭാഗവത പ്രിയനായ യജ്ഞാചാര്യൻ പെരുമ്പാവൂർ CJR പിള്ള നയിച്ച ദേവി ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടന്നു. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിന്റെ കീഴേടമായ കടാമ്പുഴ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കർക്കിടക വാവ് ബലിതർപ്പണം ബുധനാഴ്ച നടക്കും. രാവിലെ 6 മണി മുതൽ കർക്കിടക വാവ് ബലിതർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമാകും. കടാമ്പുഴ തേവർ ആറാട്ട് കോൾക്കടവിലാണ് ബലിതർപ്പണ ചടങ്ങ് സജ്ജീകരിച്ചിരിക്കുന്നത്. പറവൂർ ഇടപ്പള്ളി ഇല്ലത്ത് EN പ്രശോഭ് ഇളയത് വാവ് ബലിതർപ്പണ ചടങ്ങിന് മുഖ്യ കാർമ്മികനാകും. ബലിതർപ്പണത്തിനുള്ള ദ്രവ്യങ്ങൾ കടാമ്പുഴ തേവർ ആറാട്ട് കോൾക്കടവിൽ ലഭ്യമാകുന്നതാണ്. ആറാട്ടുപുഴ ശ്രീശാസ്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നക്ഷത്രത്തിലെ കളഭാഭിഷേകം ഈ മാസം 11-ന് നടക്കും. ക്ഷേത്രം തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാട് ചടങ്ങിന് മുഖ്യ കാർമ്മികനാകും. ആറാട്ടുപുഴ ശ്രീശാസ്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ നക്ഷത്രത്തിലെ കളഭാഭിഷേകം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്കാണ് നടക്കുക. പൂജകൾ നടക്കുന്നത് ക്ഷേത്രത്തിന്റെ നമസ്കാര മണ്ഡപത്തിലാണ്. ക്ഷേത്രം തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ചന്ദനം, ഗോരോചനം, കുങ്കുമപ്പൂവ്, പച്ചക്കർപ്പൂരം, പനിനീർ തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളുടെ കൂട്ടാണ് ശാസ്താവിന് കളഭാട്ടത്തിനായി ഉപയോഗിക്കുക. സപരിവാര പൂജയായാണ് കളഭ പൂജ നടത്തുന്നത്. ഉരുളിയിൽ തയ്യാറാക്കിയ കളഭം ജലദ്രോടി പൂജയ്ക്ക് ശേഷം താളമേളങ്ങളോടെ ശംഖിലെടുത്ത് കലശക്കുടത്തിൽ നിറയ്ക്കും. തുടർന്ന് പൂജാവിധികളാൽ ചൈതന്യപൂർണമാക്കിയ കളഭം രാവിലെ 9 മണിയോടെ പാണികുട്ടി ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കും. തുടർന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന കളഭം ശാസ്താ പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്യും. അഭിഷേകത്തിന് ശേഷം ശാസ്താവിന് കടുംമധുര പായസം നിവേദിക്കും. ഈ സമയം ഭക്തർ ദർശനം നടത്തുന്നത് ശ്രേഷ്ഠമാണ്. ചടങ്ങിന്റെ ഭാഗമായി ശാസ്താവിന് നവകം, പഞ്ചഗവ്യം എന്നീ അഭിഷേകങ്ങളും സമർപ്പിക്കും.
ഊരകം സ്വദേശി വലിയ വീട്ടിൽ കുഞ്ഞുണ്ണി മകൻ ശങ്കരനാരായണൻ തമ്പി മിൻമ നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ വീട്ടുവളപ്പിൽ നടന്നു. ഭാര്യ ഷീല, വൈശാഖ്, അനുഷ എന്നിവർ മക്കളാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,965 രൂപ, പവന് 1,11,720 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഐക്യദാർഢ്യവുമായി ചേർപ്പിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ കൂട്ടയോട്ടം. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയാണ് കൂട്ടയോട്ടം നടത്തിയത്. CPI അവണിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെപ്റ്റംബർ 1-ന് ഡൽഹിയിൽ CPI സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായുള്ളതായിരുന്നു കാൽനട ജാഥ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാര ദിനാചരണം സംഘടിപ്പിച്ചു. ചേർപ്പ് വ്യാപാര ഭവനിലായിരുന്നു ചടങ്ങ്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.